ഹായ് ഗായ്സ്. എന്താ അതാണ് എന്റെ മൂവ്, മനസ്സിലായ? അതിന്റെ ഇടക്ക് മോളെ എനിക്ക് അതിന്റെ ഇടക്ക് ഹായ് ഗായ്സ് എന്ന് പറയരുത്. ഇല്ല, ഹായ് ഗായ്സ് അങ്ങനെ പറയണം, മനസ്സിലായ? ഞാന് വേറെ ആൾക്കും മനസ്സിലാക്കി തരാം. ചിരി വരുന്നത് കണ്ടത് ഇടക്കാലം ചിരി വരുന്നു. എന്താ മുഖം നോക്ക്, ഞാൻ പുറത്തു പോയി വന്നതിനെ കൊണ്ട് മുഖം മേക്കപ്പ് ഇട്ടില്ല അങ്ങനെ. പിന്നെന്താ അങ്ങനെ അപ്പളേ ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടിയാലേ എനിക്കൊന്ന് സമാധാനായിട്ട് ഒന്ന് ശ്വാസം ഒന്ന് എടുത്ത് ഇങ്ങനെ കുത്തിരിക്കണം. അത് കഴിഞ്ഞൊന്ന് ട്രിപ്പൊക്കെ അടിക്കണം അല്ലെ കുഞ്ഞ? ട്രിപ്പ് അടിക്കാൻ ഭയങ്കര കൊതിയുണ്ട്, പക്ഷെ മഴ പെയ്യാണെങ്കിൽ എനിക്ക് ആ മൂടൊക്കെ പോയി കിട്ടും. ഹലോ, നമ്മൾ ഇന്നത്തെ വെയില് കണ്ടു. അപ്പൊ എനിക്ക് പോവാൻ അങ്ങനെ ഭയങ്കര ആഗ്രഹം. എന്റെ മോനാണ് ഇവിടെ ഇല്ലേം താനും. മോന് കല്യാണത്തിന് പോയിട്ട് ഇനിയിപ്പൊ നാളെ എത്തുള്ളൂ. അപ്പൊ ഇപ്പൊ മലയാളം കഴിഞ്ഞു, ഇംഗ്ലീഷും കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഉള്ളത് സോഷ്യലാണ്. എനിക്ക് സോഷ്യല്, സയൻസ് ഇതൊന്നും വലിയ എനിക്ക് ടാസ്ക് അല്ല. അത്ര ടാസ്ക് അല്ല എനിക്ക്. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ടാസ്ക് ഏതാണെന്നറിയാം? ഹിന്ദി. എന്റെ പൊന്നു മക്കളെ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്. വാ, വന്നിപ്പോ സോഷ്യലിപ്പോ ഓള് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാ മതി. പഠിച്ചില്ലേ? ചോദിക്കട്ടെ? എഴുതിക്കോ, റഫ് എടുത്തോ. പേപ്പറില് ഏതില്? അതെന്റെ ഇഷ്ടം. എനിക്ക് ഏതിലായാലും എഴുതി തന്നാ മതി. നോട്ടിലുണ്ടല്ലോ ചോദിക്കണ്ടേ? ഇത് അതെങ്ങനെ? അപ്പൊ ഇതൊന്നും വേണ്ട. പീരീസ് വില്ലേജ് ഒന്നും വേണ്ട. പീരീസ് വില്ലേജിന്റെ പേര് എഴുതുന്നത്, മാമിൻ്റെത്, പിന്നെ ഒന്നാം മല കയറി പോണ്ടേ അതൊക്കെ ഉള്ളൂ. പിന്നെ വില്ലേജിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് അതൊക്കെ ഉള്ളൂ. ഇതാണ് ഇതൊക്കെ നമുക്കറിയില്ല. ഇവിടെ തൊട്ടാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് മോന്ത കാണിച്ചു കൊടുത്താൽ പോലെ. അപ്പൊ ഇതാ സോഷ്യലിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൗ വാസ് ദ ഫുഡ് പ്രൊഡക്ഷൻ ഓഫ് ഏർലി ഹ്യൂമൻസ്? ഹൗ വാസ് ദ ഫുഡ് പ്രൊഡക്ഷൻ ഓഫ് ഏർലി ഹ്യൂമൻസ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ആർക്കൊക്കെ ഉള്ളത്? ഫിഫ്തിൽ പഠിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ട് കേട്ടോ നമ്മളെ വ്ലോഗ് കാണുന്നത്. അവരൊക്കെ പറയുന്നുണ്ട്, ഇത്താ ഞങ്ങൾക്കും ഇതാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, ഇതാണ്. അപ്പൊ കുറെ ആൾക്കാർ മണ്ടയിൽ ഏതാ എക്സാം ചോദിച്ചിട്ടുണ്ട്. ബാക്കിലുള്ള ആൾ ഇങ്ങനെ കുത്തിരുന്ന് ആലോചിക്കുന്നുണ്ട്. ആൻസർ അറിയില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ആൻസർ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഓളെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓള് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് അടക്കൊക്കെ ഇത് പോകുമ്പോ താഴത്തേക്ക് കൊണ്ടുപോകണം നമുക്ക് കേട്ടോ. എഴുതിയോ? അപ്പൊ നിങ്ങളോട് എല്ലാരോടും ചോദിക്ക, മലയാളം ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. കമന്റ് ഇട്ടാ മതി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇല്ല പൊന്നുമണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷും? നാളെ 6 മണിക്ക് എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ 6 മണിക്ക് സൈലത്തിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മണിക്ക് വിളിച്ച എണീക്കോ? വെറുതെ അല്ല, ഞാൻ നോക്കിക്കോളാം. ഗാദറിംഗ് ഹണ്ടിങ് ഈ വേറാണോ ഈ വേറാണോ? അപ്പൊ ഇത് തെറ്റല്ലേ? ഒരു വേറിന്റെ ഈ എച്ചും ഈയും തമ്മില് എത്ര വേർ എന്ന് പറഞ്ഞ എവിടെ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു വേറെ ഇംഗ്ലീഷിൽ ഒരു അക്ഷരം ഇട്ട് കഴിഞ്ഞാല് അർത്ഥങ്ങൾ മാറും. യു നോ ദാറ്റ്? Where the way they used to make where food. the way ഇല്ല. Gathering, hunting were the primary means of food. ഇതേപോലെ എഴുതണമെന്നില്ല. ഇവരെങ്ങനെ ഫുഡ് ഏർലി ഹ്യൂമൻസ് എങ്ങനെ ഫുഡുകള് Gathering, hunting were the way they used to make food and get food. പിന്നെന്തിനാ ഇവരെന്തിനാ ഇത് ഈ ആൻസർ എന്തിനാ ഈ പിന്നെ എഴുതണമെന്നില്ല? അല്ല, ഇതേപോലെ എനിക്ക് പഠിക്കണം. ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ ലൈറ്റ് ഒക്കെ ഇറക്കുന്നത്? ഓ അതോ എന്താണ്? എനിക്ക് ഇതേമാതിരിയുള്ള ആൻസറാ കിട്ടേണ്ടത്. മമ്മി ഡാഡി ഒന്നും ഇല്ല.
പിന്നെ എന്തിനാ എനിക്ക് ഇതിൽ ആൻസർ ഇതാക്കിയേ? ഇവര് ചോദിച്ചത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ആൾക്കാര് ഞാനും ആ ക്വസ്റ്റ്യനാ ചോദിച്ചത്. ഉണ്ടാക്കിയത് ഗ്യാദറിങ് ഹണ്ടിങ്, എല്ലാരും കൂടി കൂടിയിട്ടും ഹണ്ട് ചെയ്തിട്ടും അതെനിക്ക് മനസ്സിലായി. ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വേസ് ആണ് ഗ്യാദറിങ്ങും ഹണ്ടിങ്ങും. അവർക്ക് ഫുഡ് കിട്ടാനും ഫുഡ് ഉണ്ടാക്കി തിന്നാനും അതായിരുന്നു കാരണം. ശരി തന്നെയാണ് സാർ. എന്തായാലും വാട്ട് were the food items available to early women? ഈസി ആണല്ലോ. അല്ല, നിങ്ങളെ സോഷ്യൽ ഇങ്ങനാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള സോഷ്യൽ ഉണ്ടല്ലോ, ഓരോ രാജാക്കന്മാരെ പറ്റിയിട്ടും ടിപ്പു സുൽത്താനെ എന്നാലും 5ാം ക്ലാസ്സിൽ അങ്ങനത്തെ ഒന്നല്ലേ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഈസിയാണ് ശരിക്കും പറയുകയാണെങ്കില്. നമ്മളെ കാലത്തൊക്കെ പഠിക്കാനുള്ള ഒരു കഷ്ടപ്പാടിന്റെ അമ്മോ. എന്നിട്ടും എനിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ സമ്മതിക്കണം. അത്യാവശ്യം പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ മറന്നുപോയിട്ടുള്ളൂ. വെജിറ്റബിൾസ്. ഒരു മനുഷ്യന് വേണ്ടത് എന്തൊക്കെയാന്നുള്ള കാര്യം അറിഞ്ഞൂടെ? അതെടുത്ത് അങ്ങോട്ട് എഴുതിയാ പോരെ? ഹെലി ഹ്യൂമൻസ് ആദ്യം എങ്ങനെയായിരുന്നു? ഓർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും ബ്രോസ്റ്റഡ് ചിക്കൻ എഴുതിയേക്കാൻ പറ്റും. ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലേ ഞാൻ പറഞ്ഞത്. ബ്രോസ്റ്റഡ് ചിക്കൻ എഴുതിയേക്കാൻ പറ്റും എനിക്ക്. ഫിഷ്, മീറ്റ്, ലീവ്സ്, ട്യൂബേഴ്സ്, റൂട്ട്സ്. വെജിറ്റബിൾസ് മാത്രമേ എഴുതാൻ പറഞ്ഞത്. ശരിയല്ലേ? ബ്രോസ്റ്റഡ് ചിക്കൻ എന്താ പിസയും ബർഗറും എഴുതി കൂടെ? എന്നാലും എനിക്ക് ഇപ്പൊ പറഞ്ഞതിനെ കൊണ്ട് എനിക്ക് കൊതിയാവുന്നടി. പക്ഷെ ഞാൻ പോവില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് എവിടെ വരെ ഉണ്ട്? കൊറേ ഉണ്ട്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇവിടെ വരെ ഉള്ളൂ? കഴിഞ്ഞ ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. വാട്ട് ഫ്രം അല്ല വേണ്ടിയ ഫോർ അല്ല കുഞ്ഞാ. ഫോർ വാട്ട് പേർപ്പസ് അല്ല, ഫ്രം വാട്ട് പേർപ്പസ് ആ? ഫോർ എന്നാ? വാട്ട് പേർപ്പസ് ഡിഡ് ഫോർ വാട്ടർ ചോദിക്കി. For what purpose did primitive man use to? Primitive man use fire. Man use fire. എനിക്ക് എന്റെ ഹാൻഡ് മനസ്സിലാവുന്നില്ല. ഫയർ അറിയാം. ഇതൊക്കെ എന്തൊരു ഈസിയാണ്. കുക്ക്. പഠിച്ചോനെ ഹിന്ദി വരുന്നുണ്ട്. റബ്ബേ ആലോചിച്ചൂടെ എനിക്ക് ഹിന്ദിന്റെ കാര്യം ആലോചിക്കുമ്പോ. അപ്പളേ കുറെ ആൾക്കാർ എന്നോട് സ്റ്റഡി വ്ലോഗ് എടുക്കാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നിട്ട് നമുക്ക് സ്റ്റഡി വ്ലോഗ് എടുക്കാം കേട്ടോ. ഇതൊരു തരം സ്റ്റഡി വ്ലോഗ് തന്നെ അല്ലേ? അപ്പൊ മക്കൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഇങ്ങോട്ട് പറയണേ, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഞാന് ഇത് കൊറേ ഒക്കെ ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ പഠിപ്പിച്ചോണം ഇരിക്കുന്ന സമയത്ത് ഇത് വീഡിയോ ഇങ്ങനെ ലോങ് ആയി മാറുന്നുണ്ട്. ഷോർട്ട് ആവുമ്പോഴല്ലേ നമുക്ക് കുറച്ച് കാണാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അപ്പൊ കുറച്ചായിട്ട് ഇങ്ങനത്തെ വരാം കേട്ടോ. ഇതുപോലത്തെ ആയിരിക്കൊക്കെ ഉള്ളത് ഇങ്ങനെ ഉള്ളത്. പൊന്നൂസ് പറയണേ ഇതല്ല, ഇതിന്റെ വേറെ ടൈപ്പ് ഒക്കെ വരും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു തരണേ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതും ഇങ്ങനെ ഉള്ളതും സോഷ്യലിലുള്ളതും ഇങ്ങനെയൊക്കെ ആയിരിക്കാ ഉള്ളത് പറഞ്ഞു തരണം കേട്ടോ. Fire. Began to cook fish and meat. Began to roast and eat roots and tubers. എന്നുവെച്ചാ അതിന്റെ അർത്ഥം പറയും. മീറ്റ്, ഇറച്ചി. ഇറച്ചി. മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ഫയർ. ഡെഡ് ആനിമൽസിന്റെ മീറ്റ് മറ്റേ കുറച്ച് തീയില് വേവിക്കാം. ലേൺ ടു കുക്ക്. Learn to make fire. Learn to make and you can control fire. Yes. Learn to make. അപ്പൊ ഇതിപ്പോ ഞാൻ മമ്മ ഉണ്ടായതിനെ കൊണ്ട് ഇപ്പം അല്ലാന്ന് പറയുന്നത്. പക്ഷെ എക്സാമിന് ഈ ടു മേക്ക് ഫയർ എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാളൂ. അപ്പൊ ഒന്നിങ്ങനെ ആലോചിച്ച് കാര്യങ്ങൾ നോക്കി ഇത് എഴുതിയത് ശരിയാണോ എന്നുള്ളത് ഈ ഒന്നും കൂടി വട്ടം വായിച്ച് നോക്കിയിട്ട് അല്ല ഒന്നും കൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് എഴുതാൻ നിക്കണം. ഇതിപ്പോ ഞാൻ ഇതെന്തിനാ പെണ്ണ് വായിലിട്ട് കളിക്കുന്നേ? ഞാൻ അടുത്തത് പറയും. പറഞ്ഞൂടെ? Begin to roast
ബിഗൈൻ ടു റോസ്റ്റോ? എന്നാ റോസ്റ്റഡ് എന്ന് പറഞ്ഞൂടെ എനിക്ക്? ഒരു ക്ലൂ തരാം, അച്ചൊരു ക്ലൂ. റോസ്റ്റ് എന്നുള്ള നമ്മൾ ഏകദേശം ഒരു ഇതിനൊക്കെ ഇതായിട്ടുള്ള നമ്മള് പാകം ചെയ്യാമെന്നുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ? മേക്ക് ഫുഡ്. കുക്ക് ചെയ്യൂലേ? ആ, അത് began to cook fish and meat. yes. ഇനി അടുത്തത് Began to roast roots and began to roast ഇതൊന്നും കൂടി ഈ പഠിക്ക് എന്നിട്ട് roast പറയും. and അതിന്റെ പറയണ ശരിയാണ്, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സാക്കുന്നുണ്ട്. ഒന്നും കൂടി അത് meat of dead animals. ഫുള്ളും പഠിച്ചിട്ട് എന്റെ കുട്ടി തന്നാൽ മതി എനിക്ക്. Meat of dead animals in meat of dead animals in wildfire. Learn to make and control fire. Third one. Began to cook and began to cook fish and meat. Began to cook fish and meat. Began to cook fish and meat. Began to roast and eat to roots and tubers. Okay. Started Tubers എന്ന് പറഞ്ഞാ എന്താ? tubers എന്താ പറയുക? അതാണ് എനിക്ക് ഡൗട്ട്. എനിക്ക് മനസ്സിലാവുന്നത് ട്യൂബേഴ്സ് എന്താ. അപ്പൊ മാഷ് പറഞ്ഞില്ല ട്യൂബേഴ്സ് നമുക്ക് സെർച്ച് ചെയ്താ. റൂട്ട്സ് മറ്റേതല്ലേ? റൂട്ട്സ് വേര്. ട്യൂബേഴ്സ് എന്താ? ട്യൂബേഴ്സ് മറ്റേ കൊള്ളിയാ? കൊള്ളിയോ? മറ്റേ റോസാപ്പൂമലൊക്കെ ഈ റോസ് കളറിന് കൊള്ളി. അത് ഇതാണ്, സ്റ്റംപാണ്. ട്യൂബേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഒന്ന് പറയണോ? ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്പിന്റെ അതന്നാണ് കേട്ടോ. കാരണം ഈ തിക്കായിട്ട് വളരുന്ന, അതായത് നമുക്ക് ഉരുളക്കിങ്ങനെ മേലൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന സാധനങ്ങളില്ലേ, അതിനൊക്കെയാണ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മുതൽ ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൗ ചാർട്ട് ഫ്രം റോ മീറ്റ്? ഫ്ലോ അല്ല, ഹൗ ആണ്. ഇന്റെ പൊന്നോ, ഈ എന്റത് ഫ്ലോ ആണത്. ക്വസ്റ്റ്യന് പ്രിപ്പയർ ഫ്ലോ ചാർട്ട് ഫ്രം റോ മീറ്റ് ടു കുക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പറ. Meat of dead animals in wildfire. Learn to cook and learn to cook അല്ല, learn to make and control fire. yes. Begin to cook fish and meat. yes. Begin to roast roots. Begin to roast and eat roots and tubers. Yes. Started cooking food. Okay. ഇത് നാളെ എക്സാം ഹാളിൽ എത്തുന്നതിന് മുന്നേ ഒന്നും കൂടി നോക്കിയിട്ട് വേണം പോകാന്. ഓക്കെ? ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. 6 മണിക്ക് വിളിക്കണേ. 6 മണിക്ക് ഞാൻ വിളിക്കാം, ഞാൻ അലാറം വെച്ചോണ്ട്. ഇത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും എനിക്കൊരു തോന്നലുണ്ട്. ഇതല്ലേ? അപ്പൊ ഏകദേശം അത് ഓൾറെഡി സെറ്റായി. ഇനി അടുത്തത് പഠിക്കാൻ കൊടുക്കട്ടെ. What advantages might they have had by sitting near the agricultural sites? പറഞ്ഞു എഴുതണേ. അല്ല, എക്സാമ്പിളിന് പറഞ്ഞു എഴുതരുത്, തെറ്റിക്കരുത്. പഠിച്ചതാണ് കേട്ടോ. ഓൾ എഴുതി കഴിഞ്ഞിട്ട് കാണാം. അപ്പളേ ഇതാ ഇപ്പം ചോദിച്ചതിന്റെ ആൻസർ ഫുള്ളിന്റെ കുട്ടി എഴുതിക്കുന്നു കേട്ടോ. ആൻസർ ഫുള്ള് കറക്റ്റ് ആണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. Make a list of resources that spread among us after reaching our country from other countries. Find their birthplace too. Resources എന്താ? എന്ത് resources? റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവം. ഓരോ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഒരു ഇത് സാധനം. വിഭവങ്ങൾ വിഭവം എന്നർത്ഥം. ഇതാണ് ഉദാഹരണം പറയണേ. ഇതിപ്പോ ആപ്പിള് ബ്രസീലിൽ നിന്ന് ഉണ്ടാക്കിയത് വിചാരിക്കുക, അങ്ങനെ ഇതാ. അത് മനസ്സിലായില്ല, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഫുഡ് റിസോഴ്സസ് that spread among us after reaching our country from. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക, വിഭവങ്ങൾ, അങ്ങനത്തെ എല്ലാ അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ അതില്.
റിസോഴ്സസ് എന്താ മനസ്സിലായി ഇപ്പൊ ആപ്പിള് ബ്രസീലിൽ ഉണ്ടാക്കിയ ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ അപ്പുറത്ത് ബ്രസീലിൽ ഏതാനാ ആപ്പിൾ ബ്രസീൽ ഒന്നല്ല, അത് വേറെ വിഷയം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. കാഷ്യൂ, ഇവിടെ കാഷ്യൂ ഇതുണ്ടല്ലോ. കാഷ്യൂന്ന് എഴുതണം, അത് എവിടുന്നാണെന്നുള്ളതും എഴുതണം. കാഷ്യൂ. പൊട്ടറ്റോസ് എവിടാന്നുള്ളത് പറങ്ങള്. അടുത്തത് പൊട്ടറ്റോസ്. കാഷ്യൂ, എനിക്ക് സാറ് പറഞ്ഞ ഓർമ്മ ശരിയാണ്, എനിക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ പഠിച്ചിട്ടില്ലേ ഈ സാറ് ഇത് പഠിപ്പിച്ചെന്നെ ഓർമ്മയില്? അതന്നെ. ഓക്കെ, എനിക്ക് അറിയൂലേ. പിന്നെന്താ? പൊട്ടറ്റോസ്. പൊട്ടറ്റോ എന്താ സാധനം? ഉരുളക്കിഴങ്ങ്. ഓക്കെ. ഓ ശരി, ഉരുളക്കിഴങ്ങ്. പൊട്ടറ്റോ. പൊട്ടറ്റോ എവിടുന്നാ? പൊട്ടറ്റോ എവിടുന്നാ? പാരു അല്ല, പെറു. പാരു. പൊട്ടറ്റോ പാറു. പാറു അല്ല, ലക്ഷ്മി. വെറുതെ അല്ല ഈ പാറു എന്ന് പറയണേ. PARU എന്ന് പറഞ്ഞ ഈ പാറു തന്നെ വായിക്കുള്ളൂ. PERU എന്ന് പറയും. PERU. വെറുതെ അല്ലോള് പാറു എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എന്നെ പറയേണ്ട കാര്യമില്ല, പാറു തന്നെ അത് വായിക്കുക. ടാപ്പിയോക്ക ഒന്നും കൂടി പഠിക്കണത്. എന്നാ പിന്നെ എന്തിന് ആലോചിക്കുന്നേ? ടാപ്പിയോക്ക. ടാപ്പിയോക്ക എന്താ? പൂളയില്ലേ നമ്മളെ കപ്പ, പൂള, അതിനാണ് ടാപ്പിയോക്ക. ടാപ്പിയോക്കന്റെ ബർത്ത് പ്ലേസ് എവിടാ? USA. ഓക്കെ, ആണ്. ബ്രസീല്. കാഷ്യൂ ആണ് ബ്രസീല്. ടാപ്പിയോക്ക. അത് ഒന്ന് എഴുതട്ടെ കേട്ടോ. പപ്പായ എന്താ? പപ്പായ എന്ന് ചോദിച്ചപ്പോ പൊന്നൂസ് പറഞ്ഞതിന്റെ ഒരു ഉത്തരണ്ട്. പപ്പായ എന്താ കുഞ്ഞാ? സുമേച്ചിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനം. സുമേച്ചിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനം. പറ പപ്പായ എന്താ? ആരെങ്കിലും ചോദിച്ചാ പറയാ പപ്പായ എന്താ പൊന്നൂസേ? സുമേച്ചിന്റെ വീട്ടിലുള്ള സാധനം. പപ്പായ എന്താ? പപ്പായ എന്താ മലയാളത്തിൽ പറയാ? പപ്പായ കർമൂസ. എനിക്കതറിയാം. സുമേച്ചിന്റെ വീട്ടിലെ സാധനം. പപ്പായ എവിടുന്നാ? USA. ഓക്കെ. പൈനാപ്പിളോ? ബ്രസീല്. എല്ലാം കറക്റ്റ് ആട്ടോ എന്റെ കുട്ടി പറഞ്ഞത്. പിന്നെന്തിനും പൈനാപ്പിൾ അല്ലേ? അപ്പൊ എല്ലാ ഉത്തരം അതില് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാടാ കുഞ്ഞാ. ഇപ്പോൾ എഴുതാൻ തുടങ്ങിയോ? ചോദിക്കുന്നതിന്റെ മുന്നേ ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ്, അതായത് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ചിന്റെതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് coinage there was a practice of exchanging goods with each other. The method of exchange is known as barter system. ബാർട്ടർ എന്താ പറഞ്ഞാല് നമ്മളെ കൊളാബില്ലേ, നോ ബാർട്ടർ കൊളാബ് എന്ന് പറയുന്നില്ലേ? പൈസ ഇല്ലാതെ ചെയ്യാത്തൊരു ബാർട്ടർ സിസ്റ്റം, അതായത് പൈസ വാങ്ങാത്ത സിസ്റ്റം ആണ് പറയുന്നത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അർബൻ സെന്റേഴ്സ്. ഏത് സംഭവം മനസ്സിലായില്ലേ? ഓക്കെ, എന്റെ കുട്ടി എഴുതട്ടെ കേട്ടോ. അവള് എഴുതിയിട്ടുള്ളത് എങ്ങനെയാന്ന് കാണിച്ചു തരേ. എന്റെ കുട്ടി ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബുദ്ധി കൂടി പോയാൽ നമുക്ക് ആവണ്ടേ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. എനിക്ക് എല്ലാം ശരി കിട്ടുകയാണ്. പക്ഷെ ആ വെജിറ്റബിൾസ് അത് സാറ് ഏതില്ല ചേച്ചൊന്നും പറയുന്നില്ല. അത് പറ്റൂല. പക്ഷെ സാറല്ല, അത് മമ്മയാണ്. വ്യത്യാസമുണ്ട്. അപ്പൊ ഇതും ആൻസർ കറക്റ്റ് ആണ്. ഇനി അടുത്തത് ലാസ്റ്റ് ഉള്ളത് ഫുഡ് ആൻഡ് ഹ്യൂമന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി. അതെനിക്കറിയില്ല, ഈ ഉണ്ടാക്കി ചാർട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയത്. പൊന്നൂസിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയണേ. കേട്ടോ. ഇപ്പൊ നോട്ട്ബുക്കിലുള്ളതൊക്കെ എന്റെ പൊന്നൂസ് ഫുള്ളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ തെറ്റിച്ചത്, അതായത് ചെറുത് മാത്രം. ബാക്കി ഫുള്ള് ഓള് പഠിച്ചിട്ടുണ്ട്. ആൻസർ ഒക്കെ ഫുള്ള് കറക്റ്റ് ആണ്. ഇനിയിപ്പോ സാറ് ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള. അപ്പൊ
അപ്പൊ അതും കൂടി ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞ് എങ്ങനാന്നുള്ളത് ഫുൾ ഒന്ന് എഴുതിപ്പിക്കട്ടെ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഭയങ്കര ലോങ് ആയി പോകും. അപ്പൊ അതും കൂടി ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഓൾ എഴുതിയതിന്റെ ശേഷം എത്ര ആൻസർ ശരി, എത്ര തെറ്റി. ഒരു കാര്യം പറയട്ടെ, ഞാനില്ല ഇവിടെ ഇങ്ങനെ തുറക്കേണ്ടതേനു. ഞാനുണ്ട് ഈ തുറക്കാൻ കഴിയാത്ത ഭാഗം ഇങ്ങനെ കടിക്കുന്നത് പൊട്ടിച്ചിട്ടുണ്ട്. ഈ വിവരം അറിയും ചെയ്യും. നന്നായി. അതേ കുത്തി ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടുന്നത് രമേശൊക്കെ അത് കൊളാക്കി. താത്ത വരുന്നുണ്ട്, ഒളത്താത്ത വരുന്നുണ്ട് ബുധനാഴ്ച. ആ സസ്പെൻസ് ഒന്ന് പോവാടുന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണട്ടോ. കഴിഞ്ഞല്ലോ കുഞ്ഞാ? അപ്പൊ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറോ എല്ലാം ഇപ്പൊ പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ക്വസ്റ്റ്യൻ വന്നാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നല്ല കോൾഡൊക്കെ വന്നു ഗൈസ്. പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കിടക്കൊക്കെ ചെയ്തു. നോക്കതാ അടിച്ചെടുക്കാണ്. ഇനിയിപ്പോ രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ സമയം 12:30 ആവാനായി ഏകദേശം. ഒന്ന് എക്സാം കഴിഞ്ഞിട്ടാ മതിയായിരുന്നു. എന്നെ പോലെ തന്നെ കുറെ ഉമ്മമാര് ആഗ്രഹിക്കുന്ന ഒരു സാധനം അതാണ്. എനിക്ക് അറിയാം, എക്സാം ഒന്ന് കഴിഞ്ഞിട്ടാ മതിയായിരുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ഇന്നത്തെ അയ്യോ ശരി, ഇന്നത്തെ അപ്പൊ ഇന്നത്തെ ഈ സോഷ്യൽ പഠിപ്പിക്കൽ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ വണക്കം. അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാരോടും. കഷ്ടപ്പെട്ട് പഠിച്ചതാ. അപ്പൊ എല്ലാരോടും ടാറ്റ, ഗുഡ് നൈറ്റ് കേട്ടോ.